ഹായ് ഹലോ. ദിലീപ് നായകനായ തങ്കമണി എന്ന സിനിമ ഇന്ന് റിലീസ് ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് ഷോ തന്നെ കണ്ടിരുന്നു. അപ്പോൾ ആ സിനിമയുടെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതിന് വേണ്ടി നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പം വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം തന്നെ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഈ തങ്കമണി എന്ന സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇടുക്കിയിലെ തങ്കമണി എന്നൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ഗ്രാമത്തിൽ നടക്കുന്നൊരു ഇൻസിഡൻ്റാണ്. അവിടെ പോലീസും അവിടുത്തെ ജനങ്ങളും തമ്മിലുള്ളൊരു ഭയങ്കരമായിട്ടുള്ള കലാപം നടന്നൊരു സമയമാണ് 1986. ആ ഒരു കാലഘട്ടത്തിലെ ഒരു ഇൻസിഡൻ്റാണ് നമുക്ക് മുന്നിലേക്ക് ഇതിൻ്റെ സംവിധായകൻ ദിലീപിനെ നായകനായി നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയിലെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഈ സിനിമയിൽ നോക്കുവാണെങ്കിൽ ഈ സിനിമയിലെ ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ സിനിമ ഓരോ ക്യാരക്ടേഴ്സിനെ ബിൽഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ ആ സംഭവത്തിൻ്റെ ചെറിയൊരു എക്സ്പ്ലനേഷനൊക്കെ കൊടുത്തുകൊണ്ട് ആ ഒരു തങ്കമണി ഇൻസിഡൻറ്റിൻ്റെ ആ പേര് മാത്രം പറഞ്ഞുകൊണ്ടാണ് ഫസ്റ്റ് ഹാഫൊക്കെ പോകുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള തങ്കമണി ഇൻസിഡൻറ്റ് കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് പോകുന്നത്. ഫസ്റ്റ് ഹാഫ് നോക്കുവാണെങ്കിൽ എനിക്ക് ചെറിയൊരു ലാഗ് മടുപ്പടിച്ചായിരുന്നു. കാരണം ചെറിയ ലാഗ്, ഭയങ്കര സ്ലോ, സ്റ്റോറി ടെല്ലിങ് ഭയങ്കര സ്ലോ ആവുന്നതിന് തോന്നി. അപ്പം അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫിലെ നമ്മുടെ ദിലീപേട്ട ഇൻട്രോ ഒക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല അദ്ദേഹത്തിന് ബാന്ദ്രയുടെ ഒരു ക്ഷീണം മാറ്റി കൊടുക്കാനായിട്ടുള്ളൊരു സിനിമ പോലെ എനിക്ക് തോന്നി. പിന്നെ ദിലീപേട്ടനെ കാണിക്കുമ്പോഴുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം സെക്കൻഡ് ഒരു ഇൻട്രോ പോലെയാണ് അദ്ദേഹം താടിയും മുടിയൊക്കെ നരയിപ്പിച്ചുകൊണ്ട് വരുന്നത്. കുറച്ച് വയസ്സായ പോലെ നമ്മൾ ട്രെയിലറൊക്കെ ഉണ്ടാവില്ല, ആ ഒരു ഗെറ്റപ്പാണ് എനിക്ക് അധികം ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾക്കും അതാണെന്ന് തോന്നുന്നു. ആ ഒരു ഗെറ്റപ്പിൽ വരുമ്പോഴത്തേക്കിനും അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസൊക്കെ അല്ലെങ്കിൽ ആ ഒരു സമയത്തുള്ള ബാക്ക്ഗ്രൗണ്ട് സോങ്ങൊക്കെ ആയിട്ട് അദ്ദേഹം വരുമ്പോൾ വളരെ നല്ലൊരു സ്ക്രീൻ പ്രസൻസ് തന്നെയാണ് അദ്ദേഹത്തിന്. ആ ഒരു പുള്ളിക്ക് അത് ആ സ്വാഗൊക്കെ നിലനിർത്താൻ ആ ഒരു ഗെറ്റപ്പിൽ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നമുക്കറിയാം തങ്കമണി ഇൻസിഡൻറ്റ് നടക്കുമ്പോഴുള്ളൊരു കഥയും അതിന് ശേഷമുള്ളൊരു കഥയും കൂടെയാണ് ഇതിൽ പറഞ്ഞു പോകുന്നത്. ആ ഇൻസിഡൻറ്റ് നടക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചില സംഭവങ്ങൾ പിന്നീട് ആ ഒരു സംഭവത്തിന് ശേഷം നടക്കുന്നതൊക്കെയാണ് കഥയിൽ പറഞ്ഞു പോകുന്നത്. അപ്പം ഇതിൻ്റെ അഭിനയിച്ചിരിക്കുന്നവർ പറഞ്ഞാൽ നമ്മുടെ ദിലീപേട്ടനുണ്ട്, അതുപോലെ തന്നെ നീത പിള്ളയുണ്ട്, മാളവിക മേനോനുണ്ട്, മനോജ് കെ ജയൻ കുറേ നാളുകൾക്ക് ശേഷമാണ് മനോജ് കെ ജയൻ സ്ക്രീനിൽ കാണുന്നത്. പിന്നെ കോട്ടയം രമേശുണ്ട്, അതുപോലെ പോലീസായിട്ട് വരുന്ന ജോൺ വിജയ്, പിന്നെ സമ്പത്ത് റാം, അതുപോലെ ഒരു ഇൻവെസ്റ്റിഗേഷൻ IPS ആ ഒരു റാങ്കിലുള്ള ഉദ്യോഗസ്ഥയായിട്ട് പ്രണീത എന്ന് പറഞ്ഞിട്ട് ഒരു പ്രണീത സുഭാഷ്. ഈ ഒരു പുള്ളിക്കാരി ഇതിനു മുമ്പ് ഒരു മലയാളിയല്ല, മറ്റ് ഇൻഡസ്ട്രിയിൽ ഞാൻ സൂര്യയുടെ മാസം എന്ന സിനിമയിൽ പുള്ളിക്കാരി നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു പുള്ളിക്കാരി ഇതിൽ വരുന്നുണ്ട്. ഈ പുള്ളിക്കാരിയുടെ റോള് ഒരു IPS റാങ്കിലുള്ളൊരു ഉദ്യോഗസ്ഥ കേസ് അന്വേഷിക്കാൻ പറ്റുന്നുണ്ട്. അതെനിക്ക് ഒട്ടും വലിയ രസമില്ലായിരുന്നു, ഭയങ്കര മടുവ്. കാരണം പുള്ളിക്കാരുടെ സംസാരമൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ മലയാളത്തിലേക്ക് ഡബ് ചെയ്ത മലയാളികളോ, അപ്പം നമ്മൾ മലയാളത്തിലേക്ക് പുള്ളിക്കാരുടെ ഇതൊക്കെ ഡബ് ചെയ്ത ഡബ്ബൊക്കെ ഭയങ്കര ഒരു ബോറ് പോലെ ഇതൊക്കെ തോന്നി. പിന്നെ ഒരു IPS റാങ്കിലുള്ള ഉദ്യോഗസ്ഥ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഇൻട്രോഗേഷൻ സമയത്ത് പ്രതിയുടെ വിഷമങ്ങളൊക്കെ കേട്ട് കരഞ്ഞുണ്ടാക്കി ഇരിക്കുന്നതല്ലേ എനിക്ക് തോന്നി. പിന്നെ ഫസ്റ്റ് ഹാഫിൽ ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു ആ തങ്കമണി ഇൻസിഡൻറ്റിൻ്റെ പിന്നീടുള്ള കുറച്ച് സംഭവങ്ങളുടെ ഇൻവെസ്റ്റിഗേഷനായിട്ടാണ് ഇവരൊക്കെ ഈ ടീമിൽ ജോയിൻ ചെയ്തത്. അപ്പം ഈ സമയത്തൊക്കെ ആ ഫസ്റ്റ് ഹാഫിൽ കാണിച്ചിട്ടുള്ള ഈ പ്രസൻറ്റിലെ പോലീസുകാരെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കൊക്ക് പറയുന്നതിൽ ഒട്ടും വയ്യ ആ ഒരു ലെവലിലെ പോലീസുകാരൊക്കെ ആ സെറ്റപ്പായിരുന്നു. പിന്നെ ഇതിൽ തങ്കമണി ഇൻസിഡൻറ്റ് കാണിക്കുമ്പോഴുള്ള പോലീസുകാരെന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടെ ബ്രൂട്ടലായിട്ടുള്ള നല്ലൊരു കിടിലം അവരുടെ ആ ഒരു പോലീസുകാരുടെ ഇമ്പാക്റ്റ് നമുക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇതിലെ പെർഫോമൻസുകൾ നമുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ദിലീപേട്ടൻ്റെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഈ ഒരു സിനിമയിലെ പ്രസൻ്റ് ആയിട്ടുള്ളൊരു താടിയൊക്കെ നരപ്പിച്ച ഒരു ഗെറ്റപ്പിൽ വരുന്നതാണ് എനിക്ക് കുറച്ചും കൂടെ ആ ഒരു പെർഫോമൻസ് ഉള്ളായിരുന്നു. പാസ്റ്റിൽ അദ്ദേഹം തങ്കമണി ആ ഇൻസിഡൻറ്റിൻ്റെ സമയത്ത് കാണിച്ചിട്ടുള്ള ഒരു അഭിനയം മോശമായെന്നല്ല, ആ സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ ആ വിഗ് കാര്യങ്ങളൊക്കെ നമുക്ക് അതുകൊണ്ടൊക്കെ ചെറിയൊരു മടിപിടിച്ചു. കാരണം അല്ലാതെ പെർഫോമൻസ് മോശമായെന്നല്ല പറയുന്നത്, അവർ ഈ കൊടുത്തിരിക്കുന്ന കുറേ എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ആർട്ടിഫിഷ്യലായിട്ട് തോന്നുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഒരു ഫൈറ്റിൻ്റെ സമയത്ത് മറ്റേ അലമാരയുടെ ചില്ല് പൊട്ടുന്ന സമയത്ത് അതൊക്കെ കറക്റ്റ് ഒരു കാർട്ടൂണൊക്കെ പോലെ നമുക്ക് തോന്നി. പിന്നെ വിഗ്, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ ഒരു പോരായ്മയായിട്ട് തോന്നി. പിന്നെ വേറെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ നീത പിള്ളയുണ്ട്, ദിലീപിൻ്റെ വൈഫായിട്ട്. അദ്ദേഹം ആ ഒരു പുള്ളിക്കാരി കൊടുത്ത റോള് നല്ല പക്കായിട്ട്. മാളവിക സീമേനോനും
പുള്ളിക്കാരി നല്ല ഡീസൻ്റായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ജോൺ വിജയും സമ്പത്ത് റാമും, അത് അവർ ഒരു പോലീസ് ഇത് കേട്ടോ വന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം പോലീസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അവർ എങ്ങനെ നമ്മളെ വെറുപ്പിക്കാൻ മീൻസ് അഭിനയം കൊണ്ടല്ല, അഭിനയം അവർ പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു ക്യാരക്ടർ നമ്മളെ എങ്ങനെ ഒരു എന്നാ പറയാം അരോചകപ്പെടുത്തി എന്നൊക്കെ പറയത്തില്ല, ആ ഒരു കാര്യം അവർ ചെയ്തു വെച്ചു. നമുക്ക് തന്നെ ദേഷ്യം വരും അവരോട്. അവരുടെ ആ ഒരു എന്താണ് ജോൺ വിജയുടെ ഒക്കെ സെക്കൻഡ് ഹാഫിൽ പുള്ളിയുടെ ഒരു അഭിനയമൊക്കെ ആണെന്ന് എനിക്ക് തന്നെ നമുക്ക് ദേഷ്യം വരത്തില്ല. ആ ഒരു സാധനമാണ് ഉദ്ദേശിച്ചത്. അവിടെ അവർ ജയിച്ചിട്ടുണ്ട്. നമ്മളെ കൊണ്ട് ആ പ്രേക്ഷകരെ കൊണ്ട് അവരുടെ ഇമോഷൻ കുറച്ചെടുക്കുന്ന രീതിയിൽ. പിന്നെ ഇതിൽ പറയേണ്ടത് അജ്മൽ അമീറൊക്കെ ഉണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഈ സിനിമയുടെ അവസാനം ദുർഗാകൃഷ്ണയൊക്കെ വരുന്നുണ്ട്, അതൊന്നും ഒരു ആവശ്യമില്ലാത്ത റോളുകളായിരുന്നു. പിന്നെ കോട്ടയം രമേശിൻ്റെ കുറച്ച് സ്പേസുകളിലും അദ്ദേഹം വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. സിദ്ദീഖൊക്കെ വളരെ കുറച്ച് സമയം വന്നിട്ട് നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചു. പിന്നെ ഇതിൽ എന്താണ് ഈ തങ്കമണി ഇൻസിഡൻറ്റ് കാണിക്കുന്നൊരു രംഗമൊക്കെ ഉണ്ട്, ആ ബസ് കത്തിക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു സാധനമൊക്കെ എനിക്ക് ഇമോഷണലി കുറച്ച് വീക്കായാലും തോന്നി. കാരണം ആ ഒരു എടുത്ത് വെച്ചിരിക്കുന്ന രീതി കൊണ്ടല്ല, കാരണം അതിൽ ആ ഒരു ഇതിനെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഇച്ചിരി ഇമോഷണലി വീക്കായിട്ട് തോന്നി. അല്ലാതെ നമ്മുടെ ദിലീപും നീതാ പിള്ളയായിട്ടുള്ള കെമിസ്ട്രിയൊക്കെ എനിക്ക് നല്ല രീതിയിൽ നമുക്ക് എല്ലാവർക്കും വർക്കൗട്ട് ആവും. അത് ഇമോഷണലി വീക്കായത് വേറൊന്നും കൊണ്ടല്ല, അത് കാര്യം നമ്മൾ തമിഴിലെ ചില സിനിമകളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ആ ഒരു ട്രൂ ഇവൻസിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള സിനിമ വരുമ്പോഴും അവർ ആ ഇമോഷണൽ ആ ഒരു തീമിൽ അല്ലെങ്കിൽ ആ ഒരു കണക്ട് ചെയ്യിക്കാനായിട്ട് അവർക്ക് വലിയ പ്രയാസമൊന്നുമില്ല. അവർ വളരെ ഈസി ആയിട്ടാണ് നമ്മളെ ആ ഒരു ഓഡിയൻസുമായിട്ട് ഇമോഷണൽ ഒരു കണക്ഷനൊക്കെ കാരണം വിടുതലയൊക്കെ പോലത്തെ സിനിമകൾ നമുക്ക് കണ്ടാൽ അറിയാം. ആ സിനിമയുടെയൊക്കെ അവിടെ ആ ഒരു സിനിമയിലും വിടുതലയുടെ ആ സിനിമകളിലും നമ്മുടെ പോലീസും അവിടുത്തെ ആ ഒരു കൂട്ടം ഒരു വിഭാഗം ജനങ്ങൾ, അതായത് ഒരു വർഗം ജനങ്ങളുമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ, അപ്പോൾ അതിലൊക്കെ എന്ന് പറഞ്ഞാൽ അവരെ പോലീസ് ടോർച്ചർ ചെയ്യുന്നൊക്കെയാണ് നമുക്കൊരു മനസ്സിനുള്ളിൽ ചെറിയൊരു തട്ടും. അപ്പോൾ ആ ഒരു കാര്യം എനിക്കിതിൽ ലഭിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതൊരു ട്രൂ ഇൻസിഡൻറ്റ് സിനിമകൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, ട്രൂ ഇൻസിഡൻറ്റ് സിനിമകൾ ഈ അടുത്തിറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് കാണുമ്പോഴും അപ്പം അത് അവരെ നമ്മുടെ പല ഇൻ്റർവ്യൂകൾ അവർ തന്നെ പറഞ്ഞാൽ അതിൽ യാതൊരു കൊമേഴ്ഷ്യലായിട്ടുള്ള എലമെൻറ്റ്സ് ഒന്നും അവർക്ക് ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ അത് പക്ക അതുപോലെ തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ കണ്ണൂർ സ്ക്വാഡ് പോലത്തെ അതും ട്രൂ ഒരു ഇവൻറ്റ് തന്നെയാണ്. അതിലേക്ക് അവർ കൊമേഴ്ഷ്യലിന് പർപ്പസിന് വേണ്ടിയിട്ടുള്ള എലമെൻറ്റ്സ് എല്ലാം ആഡ് ചെയ്തുകൊണ്ട് ഒരു പക്ക ഒരു ഇതായിട്ട് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഇറക്കിയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ. അപ്പം അതും ഇതും കൂടെയൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കിനും ചെറിയൊരു എനിക്കൊരു ഇതിന് രണ്ടിനും നടുക്കായിട്ട് ഇത് തോന്നി. അത്യാവശ്യം ആഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുമുണ്ട്, അതുപോലെ തന്നെ ട്രൂ ഇവൻറ്റും ഉണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ആ ഒരു ഫീൽ ചെയ്യിക്കാനായിട്ട് കുറച്ച് താന്നു പോയെന്നൊരു തോന്നൽ. അതാണ് ഞാൻ ഇമോഷണലി ഒരു വീക്ക് ആവാനുള്ള ഒരു ഇത് പറഞ്ഞത്. മിക്കവർക്കും നമ്മൾ പ്രതീക്ഷിച്ച് ചെല്ലുന്ന ഇത് സംഭവം കിട്ടിയെന്ന് വരത്തില്ല. നമ്മുടെ മമ്മൂക്ക പറഞ്ഞ പോലെ ഇത് തന്നെ പ്രമേയുഗത്തിന് ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ എല്ലാവരും സിനിമകൾ കാണാൻ ഇനി ഒന്നും പ്രതീക്ഷിക്കരുത്, ആ ഒരു ലൈനിൽ പോവുകയാണെങ്കിൽ കുറച്ചെങ്കിലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഈ സിനിമയിലെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പ്ലസ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ ക്യാമറ വർക്കുകളുണ്ട്. അതിൽ ക്യാമറ ചില ആംഗിളൊക്കെ എടുത്തിരിക്കുന്ന നമ്മൾ പറയത്തില്ലേ, അതുപോലെ ഒരു റബ്ബർ തോട്ടത്തിൽ വെച്ചുകൊണ്ടുള്ളൊരു സീൻ എടുക്കുമ്പോഴത്തേക്കിന് അതിന് ക്യാമറ പോകുന്ന രീതിയും, പിന്നെ ഒരു ടയറിനുള്ളിലൂടെ ഒക്കെ പോകുന്നൊരു സാധനമൊക്കെ ഉണ്ട്. അതെനിക്ക് ആ സാധനമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിൻ്റെ ചില ക്യാമറയിൽ അവരെ പിടിച്ചിരിക്കുന്ന ആംഗിളും ചില സാധനമൊക്കെ നമുക്ക് പുതിയൊരു ഷോട്ടൊക്കെ പോലെ നല്ല എനിക്കിഷ്ടപ്പെട്ട ആ സാധനമൊക്കെ. പിന്നെ ഇതിൽ ആർട്ട് വർക്കിന് വലിയ റോളുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനൊരു കമ്പാരിസൺ ആണെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഇതിൽ പഴയ 86 കാലഘട്ടമാണ് പടം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ഈ അടുത്ത് നമ്മുടെ ഈ ഒരു സമയത്ത് തന്നെ വേറൊരു സിനിമ ഇറങ്ങി, അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ആ ഒരു സിനിമയിൽ ഇതിലെ ലൊക്കേഷൻ എനിക്ക് ഇട്ടിരിക്കുന്ന സെറ്റെല്ലാം ഏകദേശം ഒരുപോലെ തോന്നി. എനിക്ക് മാത്രമാണെന്ന് അറിയില്ല, സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിയോന്ന് ജസ്റ്റ് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യപ്പെടുന്നു. പിന്നെ അവസാനം ഈ 2 സിനിമകൾക്ക് വലിയ ഇത് വന്നില്ല, കാരണം അവസാനത്തെ ക്ലൈമാക്സിലെ ആ ഫൈറ്റൊക്കെ വരുന്നുണ്ടല്ലോ, അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്വേഷിപ്പിൻ കണ്ടെത്തിൽ വരുന്ന ലാസ്റ്റ് ആ ക്ലൈമാക്സ് ചെയ്ത വീടൊക്കെ പോലെ തോന്നി. എനിക്ക് തോന്നുന്നു 2 ഒരേ സമയത്ത് ഷൂട്ട് ചെയ്ത സിനിമയാണെന്ന് തോന്നുന്നു. പിന്നെ സിനിമയിലെ ഒട്ടും സിനിമയെ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ
ഫസ്റ്റ് ഹാഫിൽ ഒരു ബിൽഡപ്പും ചെറിയ ലാഗ്, സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സിനിമ കുറച്ചും കൂടെ ഒരു ഹൈ ആകുന്നൊരു ഇതെനിക്ക് ലഭിച്ചിരുന്നു. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ സിനിമ ഒരു വൺ ടൈം വാച്ചബിളായിട്ട് തോന്നി. ഒരു ബിലോ ആവറേജ് അല്ല, ഒരു എബവ് ആവറേജ്, ഒരു നമുക്ക് തിയേറ്ററിൽ തന്നെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാധനമൊക്കെ തന്നെയുണ്ട്. പിന്നെ ഇതിൽ സോങ്സ് ആണെങ്കിലും അത്ര മടുപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ ഇതിനെ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം സിനിമ കണ്ടവരാണെങ്കിൽ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ പറയുക. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഏതായാലും നമ്മുടെ ദിലീപേട്ടൻ ആ ബാന്ദ്രയുടെ ക്ഷീണം ഒന്ന് തീർത്തിട്ടുണ്ട് ഈ സിനിമയിലൂടെ. നല്ല അസീസ്, പിന്നെ എടുത്ത് പറയാൻ വിട്ടുപോയ അസീസൊക്കെ ഇതിൽ അഭിനയിച്ച അസീസ്, സുധീർ നായർ, അദ്ദേഹത്തിനും സ്പേസ് കുറവാണ്. അസീസിന് ചെറിയ കുറച്ച് ഉണ്ടെങ്കിലും അസീസ് നല്ല രീതിയിൽ ആ ഒരു റോള് കൈകാര്യം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്ന നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നതിന് വരെ, അടുത്തൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് വരുന്നതിന് വരെ ബൈ. നമ്മൾ മാർച്ചിലെ ആദ്യത്തെ സിനിമയാണ് നമ്മുടെ തങ്കമണി എന്നുള്ളത്. ഇനിയും കാണാം. ബൈ.